മുഹിദ്ദീൻമാൽ അങ്ങനെ മറിച്ച ഒരു മടവൂരിന്റെ കഥ ഇങ്ങനെ പറയാം. സുബ്ഹാനല്ലാഹ്. മാല മടവൂർ മാല അവിടെ ഉണ്ട്, ഇല്ലായിട്ടല്ല. നിങ്ങൾ ആലോചിച്ചു 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, എന്നാൽ ബഹുമാനപ്പെട്ട മടവൂർ ശൈഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ 30 കൊല്ലം പഠിക്കുകയാണ്. എല്ലാ അറിവിലും ഉസ്താദുമാരെ ദർസിൽ ഇരുന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ആ ഒരൊറ്റ കേൾവി മതി, പിന്നീട് പഠിക്കേണ്ട ആവശ്യമില്ല, ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ അമലേതാണ്? രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ മിൻഹാജിന്റെ മിൻഹാജുത് ത്വാലിബീന്റെ പ്രാരംഭത്തിൽ മഹാനവറുകൾ പറഞ്ഞില്ലേ, ഇന്ന മിൻ അഫ്ളലി ത്വാഅത്ത്, ഏറ്റവും വലിയ ആരാധനകളിൽപ്പെട്ടതാണ്, ഏറ്റവും വലിയ അമലുകളിൽപ്പെട്ടതാണ് ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅത്ത്, ഇൽമുമായി ശുഗലാവുക എന്നുള്ളത് ഏറ്റവും വലിയ അമലാണ്. നിങ്ങൾ ആലോചിച്ചു, ഒരു മുത്തഅല്ലിം കിതാബ് വെച്ച് ഇങ്ങനെ കൂടുകയാണ്, ഏറ്റവും വലിയ അമലാണ്. എന്നാൽ സയ്യിദുൽ അങ്ങനെയല്ല. മഹാനവറുകൾ എല്ലാ ദർസിലും പോയിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ഖുർആനോത്താണ്. പഠിക്കേണ്ട ആവശ്യമില്ല, അത് പഠിഞ്ഞു. പിന്നെ മഹാനവറുകൾ തന്റെ ഔറാദിലാണ്. അങ്ങനെ ഉപ്പയുടെ ശിക്ഷണത്തിലുള്ള 6 കൊല്ലം, പിന്നെ 30 കൊല്ലം മഹാനവറുകൾ പഠിക്കുകയാണ്. വലിയ വലിയ മഹാന്മാരുടെ ഹളറത്തിൽ ചെന്ന് മഹാനവറുകൾ പഠിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇകെ ഉസ്താദ് ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹുവേ അവരെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. മോനെ, ഈമാനോടുകൂടെ മരിക്കണമെങ്കിൽ എന്റെ മുമ്പിൽ ഏൽപ്പിക്കാറുണ്ടല്ലോ, എന്റെ മുമ്പിൽ ഇക്കക്കാരുണ്ടല്ലോ, എല്ലാവരോടും വലിയ ബഹുമാനമുള്ളവരുണ്ടല്ലോ. നീ ഏത് സമസ്തയിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിലും നീ ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിലും എല്ലാ ആലിമീങ്ങളോടും നല്ല ബഹുമാനം വേണം, എല്ലാ സയ്യിദന്മാരോടും നല്ല ബഹുമാനം വേണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ മഹല്ലത്തുകളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മുടെ സംഘടനകളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മുടെ എതിർപക്ഷത്തുള്ളവൻ ആരായിരുന്നാലും നിന്റെ നാവ് കൊണ്ട് ഒരു ആലിമിനെ ചീത്ത പറയല്ല. ലതഖതബൻ അഹദൻ ഫളലൻ അനിൽ ഉലമാ വലൗ ബിസഹബിൽ ഈമാ ഫീ ലഹമിഹിം ദഅഫു ഹസ്ബി റബ്ബി ജല്ലല്ലാഹു മാ ഫീ ഖൽബി ഖൈറുല്ലാഹി നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ മുമ്പിൽ നിന്റെ നാവ് നിനക്കെതിരെ പറയാൻ പാടില്ല, പണക്കാട്ട് തങ്ങന്മാരെ ചീത്ത പറയാൻ പാടില്ല. ഇതൊരു സൗന്ദര്യത്തിന് വേണ്ടിയുള്ള സംസാരമല്ല, എന്റെയും നിന്റെയും ആഖിറം രക്ഷപ്പെടാനാണ്. ബഹുമാനം നിറഞ്ഞ ഒരു തങ്ങന്മാരെയും ഒരു സയ്യിദിനെയും ഒരു പണ്ഡിതനെയും നിന്റെ നാവ് കൊണ്ട് ചീത്ത പറയണ്ട. അങ്ങനെ ഒരു ദുരവസ്ഥ നിന്റെ നാവിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നാവ് കൊണ്ട് കലിമ ചൊല്ലാൻ പ്രയാസമാണ്. ആ നാവിന്റെ കാര്യം ബേജാറിലാണ്. അതുകൊണ്ട് അവരോട് പൊരുത്തം വാങ്ങിക്കോ. പോകാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുപാട് വരും. നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ നാവ് നിയന്ത്രിക്കപ്പെടണം. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ 6 കൊല്ലം അങ്ങനെ പോയി 30 കൊല്ലം മഹാനവറുകൾ തഅല്ലുമിന്റെ മേഖലയിലാണ്. പിന്നെ മഹാനവറുകൾ ആലുവായി അബൂബക്കർ മുസ്ലിയാർ, ഞണ്ടാടി മസ്താനി പോലെയുള്ള വലിയ വലിയ മഹാരഥന്മാർ
അവരുമായി നല്ല ബന്ധമുണ്ട്. ആ മശായിഖുമാരുടെ തർബിയത്ത് മഹാനവറുകൾക്ക് ലഭിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ധാരാളം ആളുകളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവരൊക്കെ പ്രാരംഭഘട്ടത്തിൽ മഹാനവറുകളുടെ കൈ പിടിച്ചവരാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ എല്ലാ മശായിഖുമാരും വഫാത്താകുമ്പോൾ ഞാൻ അവരുടെ മേലെയാണ്. എന്റെ എല്ലാ മശായിഖും, എന്റെ ഏത് മശായിഖ് വഫാത്താകുമ്പോഴും ഞാൻ അവരുടെ എല്ലാം മേലെയാണ്. എനിക്കൊരു ദിവസം നല്ല ഓർമ്മ, നമ്മളെ ഉള്ളാളത്തെ ദർഗയിൽ ഞാനിങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കണം. അപ്പൊ ഇരിക്കുന്ന സമയത്ത് ഒരു സാത്വികനായ ഒരാൾ എന്റെ അടുക്കൽ വന്നിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ആ കാണുന്ന ഖബറ് മടവൂർ ശൈഖിന്റെ ഖബറാണെന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ എന്ന് ചോദിച്ചു. അല്ല, മടവൂർ ശൈഖിന്റെ ഖബറാണോ എന്ന് ചോദിച്ചു. സയ്യിദ് വലിയുല്ലാഹിയുടെ ശൈഖിന്റെ ഖബറാണെന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണ്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളും ഞാനും ഇരിക്കുന്ന പോലെ ശൈഖുനായുടെ ഹയാത്ത് കാലത്ത് ഞങ്ങളിവിടെ ഇരിക്കണം. അന്ന് സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളോട് ഞാൻ ചോദിച്ചു, അത് നിങ്ങളെ ശൈഖിന്റെ ഖബറാണെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അപ്പൊ ബഹുമാനപ്പെട്ട ശൈഖിന് പറഞ്ഞു, അവർ അന്ന് എന്റെ ശൈഖായിരുന്നു, ഇപ്പോൾ ഞാൻ അവരുടെ ശൈഖാണ്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, അതെങ്ങനെ? അന്ന് അവര് എന്റെ ശൈഖായിരുന്നു, ഇപ്പൊ ഞാൻ അവരെ ശൈഖാന്ന് പറയുന്നത് അതെങ്ങനെ? അപ്പൊ അവര് പറയാണ്, ഞാൻ അന്ന് മടവൂർ ശൈഖിനോട് ചോദിച്ചു, അതെങ്ങനെ? അപ്പൊ ബഹുമാനപ്പെട്ടവർ അതിന് പറഞ്ഞ മറുപടി, അവര് എന്നിൽ നിന്ന്, ഞാൻ അവരിൽ നിന്ന് മുത്തഫർരിദ് ഓതി, പിന്നീട് ഞാൻ അവർക്ക് ബുഖാരി ഓതി കൊടുത്തു. അതായത് തന്റെ സുലൂക്കിന്റെ പ്രാരംഭഘട്ടത്തിൽ ഞാൻ എന്റെ മഖാമുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെന്റെ കൈപിടിച്ചവരായിരുന്നു. പിന്നീട് വലിയ വലിയ മഖാമുകളിലൂടെ ഞാൻ അവരുടെ കൈപിടിച്ച് നടന്നിട്ടുണ്ട്. മഹാനവറുകൾ മശായിഖുമാരുടെ ശൈഖാണ്. അതുകൊണ്ടാണ് നമ്മൾ ശൈഖുൽ മശായിഖ് എന്ന മഹാനവറുകളെ കുറിച്ച് പറയാറുള്ളത്. നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, മഹാനവറുകളുടെ ശൈഖുമാരിൽ പ്രധാനിയാണല്ലോ. ബഹുമാനപ്പെട്ടവരുടെ ശൈഖുമാരിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട വടകര ഉമ്മദായി തങ്ങൾ ഉപ്പാപ്പ. ഒരു നൂറ്റാണ്ട് തികച്ച് ജീവിച്ച മഹാനല്ലേ. നമ്മുടെ മശായിഖുമാരുടെയും ഉസ്താദുമാരുടെയും നമ്മുടെ ദീനി മജ്ലിസുകളുടെയൊക്കെ നെടുന്തൂണായിരുന്ന ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് തങ്ങൾ ഉപ്പാപ്പ നവറല്ലാഹു മർഖദ. മഹാനവറുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട മുരീദ് ഒരു ദിവസം മഹാനവറുകളോട് ചോദിച്ചു, ഞാൻ ഒന്ന് മടവൂരിനെ കാണാൻ പോട്ടെ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ബഹുമാനപ്പെട്ട അഹ്മദ് ദർദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്റെ ശൈഖിന്റെ സമ്മതമില്ലാതെ മറ്റൊരാളെ കാണാൻ പോകാൻ പാടില്ല. അത് അദബിനെതിരാണ്. ഹയ്യൻ വ മയ്യിതൻ, ജീവിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും വേണ്ടില്ല, വഫാത്തായതിനു ശേഷം വേണ്ടില്ല, അവരെ ഇതിന് ചോദിക്കാം. അങ്ങനെ ബഹുമാനപ്പെട്ട വടകര അവരോട് പറഞ്ഞു, ഞാൻ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളോട് അടുക്കൽ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വടകരയോട് മറുപടി അവര് മുമ്പ് അയാള് അങ്ങനെയാണ് കേട്ടത്. മുമ്പൊക്കെ ഇവിടെ ചായ കുടിക്കാൻ വരാറുള്ള ആളായിരുന്നു. ആരെ പറ്റി? മടവൂർ ശൈഖിനെ കുറിച്ച്.
നിങ്ങൾക്ക് മനസ്സിലായി?